നമുക്കൊപ്പം ചേരുന്നു ശ്രീ പി വി അൻവർ. വലിയ ആത്മവിശ്വാസം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പി വി അൻവർ അടിച്ചേൽപ്പിച്ചതാണ്, അതായിരിക്കും ജനം പോളിംഗ് ബൂത്തിൽ ചോദിക്കുക എന്നാണ് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരെല്ലാരും പറയുന്നത്. എന്താണ് മറുപടി? അത് ശരിയല്ലല്ലോ. എങ്ങനെയാണ് ആത്മവിശ്വാസം ഇല്ലല്ലോ? LDFന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പിണറായി ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യം ചോദിച്ച് തീരുന്നതിന് മുമ്പ് ഒരിക്കലുമല്ല എന്ന് പറഞ്ഞ് എസ്കേപ്പ് ചെയ്യുന്ന എവിടെയാ? അതിൽ തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസവും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? 9 വർഷം നാട് ഭരിച്ച ആ നാടിന്റെ നന്മകൾ കൊണ്ടാണ് ഞങ്ങൾ മുന്നേറുന്നത്, മിന്നുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒളിച്ചോടുന്നു ഇത് ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുമെന്ന് ചോദിക്കുമ്പോൾ. പിന്നെ എവിടെയാണ് ആത്മവിശ്വാസം? അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇടതുപക്ഷ ക്യാമ്പിൽ ഇല്ലല്ലോ. ആത്മവിശ്വാസമുള്ളത് UDF ക്യാമ്പിലാണ്. UDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കും. ജനങ്ങൾ പിണറായി സത്തിനെതിരെ വോട്ട് ചെയ്യും. അതല്ലേ വസ്തുത. ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിലൊന്ന്, ഇതിൽ ജയിക്കുകയാണെങ്കിൽ ശരി, CPMനെതിരെ അൻവർ പറഞ്ഞ വാദങ്ങൾ അത് അംഗീകരിക്കപ്പെട്ടു. പക്ഷെ തോൽക്കുകയാണെങ്കിൽ അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുമോ? അങ്ങനെ ഒരു വിഷയം അതിൽ ഉദിക്കുന്നില്ലല്ലോ. അവരാദ്യം പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കേട്ടില്ല. അൻവർ പറഞ്ഞ വാദങ്ങൾ ശരിയാണ് എന്ന് തെരഞ്ഞെടുപ്പിൽ UDFന് വിജയമുണ്ടാകുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാകും, അല്ലെങ്കിൽ അൻവറിന്റെ ക്രെഡിബിലിറ്റി പോകുമെന്നാണ് അവർ പറഞ്ഞതെങ്കിൽ അത് സ്വാഗതം ചെയ്യുകയാണ്. ആ പറഞ്ഞതിൽ അവർ ഉറച്ചു നിൽക്കണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴും. അത്രേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഈ CPM ഇതുവരെ, ഇടതുപക്ഷം ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചില്ല. ഇടത് സ്വതന്ത്രനായേക്കും എന്ന് പറയുന്നത്, ഇടത് സ്വതന്ത്രൻ ഒരുപക്ഷെ മുൻപ് താങ്കളെ നിലമ്പൂരിൽ താങ്കളെ ഉപയോഗിച്ച് എങ്ങനെ നിലമ്പൂർ തിരിച്ചു പിടിച്ചു അതേ മാതൃക ആലോചിക്കുകയാണോ? അതോ പാലക്കാട് പോലെ കോൺഗ്രസിനകത്ത് നിന്ന്, UDFനകത്ത് നിന്ന് തന്നെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാനായിരിക്കുമോ CPM വിചാരിക്കുന്നത്? മുൻപുണ്ടായിരുന്ന പാളയമല്ലേ പി വി അൻവറിന് എന്ത് തോന്നുന്നു? അല്ല, അതിപ്പോ പാലക്കാട് അവർ അനുഭവിച്ചല്ലോ. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ ഉണ്ടായതെന്ന്. ഇനി അങ്ങനെ കുറുക്കന്റെ കണ്ണുമായിട്ടാണ് അവർ ഇരിക്കുന്നത്, നമുക്കറിയാം. അങ്ങനെ നമുക്കൊന്ന് നോക്കാം. അവിടെ ഞാൻ പറഞ്ഞല്ലോ, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ വന്ന് നിലമ്പൂരിൽ മത്സരിച്ചാലും റിസൾട്ട് പരാജയമാണ്. ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വെമ്പി നിൽക്കുകയാണ്. മലയോര മേഖലയിലെ ജനങ്ങൾ 70% നിലമ്പൂർ മണ്ഡലത്തില്. എന്താണ് അവരുടെ ജീവിതസ്ഥിതി? പുറത്തിറങ്ങാൻ കഴിയുമോ? പുറത്തിറങ്ങാൻ കഴിയില്ല. 7 മണിയായാൽ കടകൾ അടക്കുകയാണ്. 4 മണിക്ക് വിടേണ്ട സ്കൂൾ 2 മണിക്ക് വിട്ടുകൊണ്ടിരുന്നു മാർച്ച് 31 വരെ. നാട്ടിലാകെ ആനയും പറഞ്ഞ കടുവയും പന്നിയുമായിട്ട് മൃഗങ്ങളെ കൊണ്ട് പുറത്തിറങ്ങാൻ, വീടിന്റെ പുറത്തേക്ക് വെളിച്ചം വരാതെ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കാർഷിക മേഖല പരിപൂർണമായും തകർന്നു കഴിഞ്ഞു. ആകെ ബാക്കിയുള്ളത് ഈ ആനയും പന്നിയും കുത്തിക്കഴിഞ്ഞതിന് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് റബ്ബറാണ്. ആ റബ്ബർ വെട്ടാൻ പോകുന്ന പാവപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളികളെ എത്ര എണ്ണം മരിച്ചു നിലമ്പൂരില്? കടുവ പിടിക്കുന്നു, ആന ചവിട്ടി കൊല്ലുന്നു, മറ്റു മൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്നു. എന്താ ഈ ഗവൺമെന്റ് ചെയ്തത്? ഈ മലയോര മേഖലയിലെ 489 പഞ്ചായത്തിനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് പശ്ചിമഘട്ടം. ഇവിടെ ഫോറസ്റ്റ് ഉണ്ട്. ഈ മനുഷ്യരെയും മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി 100 രൂപ ഈ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ടോ? വലിയ കൊട്ടിഘോഷിക്കപ്പെടുന്ന വലിയ പദ്ധതികളെ കുറിച്ച് സംസാരിക്കുമ്പോ മനുഷ്യന് ജീവിക്കാനുള്ള മാർഗമൊരുക്കി കൊടുത്തിട്ടുണ്ടോ ഈ ഗവൺമെന്റ്? ആ ജനങ്ങളുടെ ഇടയിലേക്കല്ലേ ഇവര് വോട്ടും ചോദിച്ചിട്ട് 4 കൊല്ലത്തെ വികസന നേട്ടവുമായിട്ട് എന്തോ ഒരു പ്രോഗ്രസ് കാർഡായിട്ട് വരുന്നുണ്ടെന്നാണ് ആരെന്ന് പറയുന്നത് കേട്ടു. വരട്ടെ അങ്ങോട്ട് കാർഡ് ആയിട്ട് നമുക്ക് അവിടെ വെച്ച് കാണാം. ജനം അവിടെ കാത്തിരിക്കുകയാണ് ആ പ്രോഗ്രസ് കാർഡ് കാണാൻ. ഈ CPM സ്വതന്ത്രനായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പാർട്ടിക്ക് ധൈര്യം ഉണ്ടാകുന്നില്ല? അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടോ? അല്ല, അതൊരു ധാരണയായല്ലോ. അതറിഞ്ഞില്ലേ? സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ BJP മത്സരിക്കുന്നില്ലല്ലോ, അതറിഞ്ഞില്ലേ? BJPയും CPM ഒറ്റ സ്ഥാനാർത്ഥിയെ തിരയാണ്. അവർ ഒരുമിച്ച് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. ഇത് കുറെ മുമ്പ് ഞാൻ പറയാൻ തുടങ്ങിയതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4-5 മാസമായി ഇടത് വലത് മുന്നണികൾ അവിടെ പ്രവർത്തനം നടത്തുമ്പോഴും ഒരു BJP അവിടെ കണ്ടിട്ടില്ല. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ SNDPയുടെ സെക്രട്ടറി പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞെല്ലാവരും കേട്ടതാണല്ലോ. അങ്ങനെ അവിടെ ഒരു വർഗീയതക്ക് വഴിമരുന്നിട്ട് പുള്ളി പോയിരിക്കുകയാണ് പിണറായിയുടെ നിർദ്ദേശപ്രകാരം. ആ നിർദ്ദേശപ്രകാരം തന്നെ SNDPയും CPMുമായിട്ട് അവിടെ ധാരണയായല്ലോ. അവര് അന്വേഷിക്കുന്ന സ്ഥാനാർത്ഥി 2 കൂട്ടരും ഒരുമിച്ച് 2 കൂട്ടർക്കും യോജിക്കാവുന്ന സ്ഥാനാർത്ഥി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥി വരും, വരട്ടെന്ന്.
ശ്രീ പി വി അൻവർ, ആ തരത്തിൽ അങ്ങനെ ഒരു ബന്ധം CPM-ഉം BJP-യും എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും കോൺഗ്രസിന് അകത്തു നിന്ന് ആരെങ്കിലും ആകുമോ ഇടത് സ്വതന്ത്രൻ എന്നുള്ള വാർത്തകളും പറക്കുന്നുണ്ട്. ആര്യടൻ ഷാക്കൂത്തിന്റെ വിഷയത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരം ചില പുകച്ചിലുകളൊക്കെ പുറത്തു വന്നതാണ് ഒരു സമയത്ത്. വാർത്തകൾക്ക് വല്ല പഞ്ഞമുണ്ടോ നമ്മുടെ കേരളത്തില്? വല്ല പഞ്ഞമുണ്ടോ? വാർത്തകൾ വരട്ടെന്ന്. വാർത്തകളും വസ്തുതയും തമ്മിൽ, ആനയും അമ്പാരിയും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതായത് UDF-ലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ആരും ആകില്ല ഇടത് സ്ഥാനാർത്ഥി, അത് PV അൻവറിന് ഉറപ്പുണ്ട്? അല്ല, അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ നമുക്കിപ്പോ 2-3 ദിവസം കൊണ്ട് അറിയാലോന്നേ. നമ്മളെന്തിനാ ബേജാറാവും? ഞാൻ പറഞ്ഞില്ലേ, സാക്ഷാൽ പിണറായി വന്ന് മത്സരിച്ചാലും അവിടെ വിജയം ജനങ്ങളുടേതാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലല്ല. അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പിണറായിസവും ജനങ്ങളും തമ്മിലാണ്, മരുമോനിസവും ജനങ്ങളും തമ്മിലാണ്. ആ ഏറ്റുമുട്ടലാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അപ്പുറത്തുനിന്ന് വരുന്ന സ്ഥാനാർത്ഥിക്കോ ഇപ്പുറത്തുനിന്ന് വരുന്ന സ്ഥാനാർത്ഥിക്കോ ഒരു പ്രസക്തിയും നിലമ്പൂരിനെ സംബന്ധിച്ചില്ല. 2 വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജനങ്ങൾ ജീവിക്കണോ അല്ല മരിക്കണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച്. ആ വോട്ടർമാർ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ പരിശ്രമം അവർ നടത്തും. അത് വോട്ടായി ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ, കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെയുള്ള വോട്ടായിട്ടത് മാറും. അത്രേ ഉള്ളൂ. ഓക്കെ, നന്ദി. ശ്രീ PV അൻവറാണ് നമുക്കൊപ്പം ചേർന്നത്, പ്രതികരിച്ചത്. ഞാൻ പാനലിസ്റ്റ്